സുവിശേഷ വീഥി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട്. ഇനി നമ്മളെക്കുറിച്ച് മാത്രമല്ല, മറ്റുള്ളവരെക്കുറിച്ചും കുറച്ചുകൂടി ആകാംക്ഷയോടെ അസ്വസ്ഥതയോടുകൂടി ആലോചിക്കുന്നൊരു കാര്യമാണ്, അവർക്കൊക്കെ എന്തൊക്കെയുണ്ട്. അങ്ങനെ എല്ലാവരും ഈ ഭൂമിയിൽ ഒരു കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് അതിങ്ങനെ വീടായിട്ടും വാഹനങ്ങളായിട്ടും തൊഴിലായിട്ടും ശമ്പളമായിട്ടും അറിവായിട്ടും അങ്ങനെ ഉള്ളതിൻ്റെയൊക്കെ കണക്കെടുത്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയുണ്ടെന്നാണ് എല്ലാവരും എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിലും കുറച്ചുകൂടി നിലനിൽക്കുന്ന ഒരു അന്വേഷണമുണ്ട്. എന്തൊക്കെയുണ്ട് എന്നതിനേക്കാളും കുറച്ചുകൂടി ജീവനും നിലനിൽപ്പുമുള്ള ഒരു അന്വേഷണമുണ്ട്. അതെന്താണ്? ആരൊക്കെ ഉണ്ടെന്നാണ്. അങ്ങനെ ഒന്ന് ചിന്തിക്കാനോ സ്വയം ഒന്ന് ചോദിക്കാനോ ധൈര്യപ്പെടുവോ? എനിക്ക് ഈ ഭൂമിയിൽ ആരൊക്കെയുണ്ട്? അങ്ങനെ ചോദിച്ചാൽ മാതാപിതാക്കൾ, ഒരുപക്ഷെ ജീവിത പങ്കാളി, മക്കൾ, ഗുരുക്കന്മാർ, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കാൻ പാകത്തിന് ഒരുപാട് ആളുകളുണ്ടാവും. ഇനി ഞാൻ ആരുടെയെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ട ഒരാളായി മാറിയിട്ടുണ്ടോ ഇക്കാലത്തെ ജീവിതം കൊണ്ട്? അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട ഒരാളായിട്ട് എന്നെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ഓർത്ത് തിരഞ്ഞെടുക്കുന്നുണ്ടാവുമോ? എന്തൊക്കെയുണ്ട് എന്നതിനേക്കാളും കുറച്ചുകൂടി ബലപ്പെടേണ്ട, കുറച്ചുകൂടി നിലനിൽക്കേണ്ട ഒരു വലിയ അന്വേഷണമാണ് ആരൊക്കെ ഉണ്ടെന്നത്. എന്താണ് നമുക്കൊക്കെ പറ്റുന്നതെന്നറിയാമോ? ഈ വ്യക്തികളെ നമ്മൾ പതിയെ അങ്ങ് വിസ്മരിച്ചു പോകുന്നു. മനുഷ്യരെ നമ്മൾ പതിയെ അവഗണിച്ച് കളയുന്നു. പകരം നമ്മൾ കുറേ വസ്തുക്കളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. അതുകൊണ്ടാണല്ലോ എന്തൊക്കെയുണ്ട് എന്നതിന് 2 വീടുകളുണ്ട്, 4 വാഹനങ്ങളുണ്ട്, ബാങ്കിൽ വലിയ കനപ്പെട്ട നിക്ഷേപങ്ങളുണ്ട്. അങ്ങനെ വ്യക്തികൾക്ക് നമ്മളുടെ ജീവിതത്തിലെ പ്രാധാന്യങ്ങളെല്ലാം കുറച്ചുകൊണ്ട് വന്നിട്ട് വസ്തുക്കൾക്ക് എന്തുമാത്രം പ്രാധാന്യമാണ്. അപ്പോൾ ഇത് തിരിച്ചും സംഭവിക്കുന്നുണ്ട് കേട്ടോ. എന്ത്? ഈ വ്യക്തികളെയൊക്കെ നമ്മൾ പതിയെ പതിയെ വസ്തുക്കളായിട്ടും പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വേദന തരുന്ന വിചാരം തന്നെയാണ്. എങ്ങനെയാണ് എൻ്റെ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ സഹജീവികൾക്കുള്ള സ്ഥാനം? ശരിക്കും ഏതാണ്ട് വസ്തുക്കളെ പോലെയാണ്. ഈ വസ്തുക്കളുടെ ഒരു സമീപന രീതി എന്താ? അല്ലെങ്കിൽ വസ്തുക്കളോട് മനുഷ്യരായ നമുക്കുള്ള ഒരു സമീപന മനോഭാവമൊക്കെ എന്താ? അത് ഉപയോഗിക്കുക, പിന്നീട് വലിച്ചെറിയുക. യൂസ് ആൻഡ് ത്രോ എന്നല്ലേ പറയുക. അങ്ങനെ വസ്തുക്കളോട് പണ്ട് മനുഷ്യർ പുലർത്തിയിരുന്ന മനോഭാവം, സമീപനം ഇന്ന് നമ്മൾ മനുഷ്യരോടാക്കി മാറ്റിയിരിക്കുന്നു. ഉപയോഗിക്കുക ആവശ്യത്തിന് മാത്രം, അതിനുശേഷം വലിച്ചെറിയുക. എന്നിട്ടോ ഈ വസ്തുക്കളോട് നമുക്ക് മനുഷ്യരോടുള്ള ഒരു താല്പര്യമോ സ്നേഹമോ ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ജീവിതത്തിൽ വ്യക്തികളും വസ്തുക്കളുമൊക്കെ ശരിക്കും മാറിമറിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിന് ഇങ്ങനെയൊരു ഗുണമേന്മ കുറഞ്ഞു പോകുന്നത്? ശരിക്കും എന്തൊക്കെയോ കാരണങ്ങളാൽ ആ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ്. ക്രിസ്തു അംശം ഉള്ള മനുഷ്യരാണ് ഭൂമിയിലുള്ളത്. എന്നിട്ടും ക്രിസ്തു അനുഭാവികൾക്കിടയിൽ ഒരു ക്രിസ്തു സ്വഭാവം എന്തുകൊണ്ടാണ് രൂപപ്പെടാതെ പോകുന്നത്? മനുഷ്യബന്ധങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തിൽ പരിഗണിച്ചേ മതിയാവും. ഉപയോഗിക്കാനും ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയാനുമുള്ളതല്ല ഭൂമിയിൽ മനുഷ്യരും മനുഷ്യബന്ധങ്ങളുമൊക്കെ. അത് നിലനിൽക്കേണ്ടതല്ലേ? ക്രിസ്തുയേശു പറഞ്ഞൊരു കാര്യമുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം അത് പറയുന്നുണ്ട്. ഒന്ന്, മണൽപ്പുറത്ത് ചില ആളുകൾ ഭവനം പണിയുമത്രേ. യേശു
ഒരുപക്ഷെ നമ്മുടെ ഒരു പ്രാഥമിക നോട്ടത്തിൽ വളരെ കൂളായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. രണ്ട് വിധത്തിൽ മനുഷ്യർക്ക് ഭൂമിയിൽ ഭവനം പണിയാമെന്ന്. ഒന്ന്, ഈ ഉറപ്പില്ലാത്ത, ഒരു അടിസ്ഥാനമില്ലാത്ത, ബലമില്ലാത്ത, ആഴമില്ലാത്ത വെറും മണൽപ്പുറത്ത് ആരെങ്കിലും ഭവനം പണിയുമോ? അത് വലിയൊരു ചോദ്യമാണല്ലേ. രണ്ടാമത്തെ സാധ്യതയും യേശു പറയുന്നുണ്ട്, ഉറപ്പുള്ള ശിലമേൽ വീട് പണിയുക. എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം? ശരിക്കും ഈ പാസിങ് ഇമോഷൻസ്, വളരെ വേഗം കടന്നു പോകുന്ന വൈകാരികതകളുടെ മീതെയാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങളെയൊക്കെ പണിത് ഉയർത്തുന്നതും ഉറപ്പിക്കുന്നതുമൊക്കെ. എന്നാൽ ഉറപ്പുള്ള പാറമേലുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ബന്ധങ്ങളാണ്. അതിങ്ങനെ പാസ് ചെയ്യുന്ന, കടന്നു പോകുന്ന ഇമോഷൻസ് അല്ല, പിന്നെയോ പെർമനൻ്റ് റിലേഷൻഷിപ്പാണ്, നിലനിൽക്കുന്ന ബന്ധങ്ങളാണ്. കുറച്ചുകൂടി ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യകത മനുഷ്യനുണ്ടോ? മലയാളത്തിൽ ഏറ്റവും നല്ല നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം നന്ദിയുള്ളവരാണ്. ദൈവത്തോട് നമ്മളിങ്ങനെ നന്ദി പറയുന്നുണ്ടാവും. അതുപോലും ഒരുപക്ഷെ വാ കൊണ്ടുള്ള എക്സസൈസ് മാത്രമായി മാറുന്നുണ്ടോ? മറിച്ച് എന്തുമാത്രം ആത്മാർത്ഥമായ കൃതജ്ഞത ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എങ്ങനെയൊക്കെ പുറകോട്ട് സ്വന്തം ജീവിതത്തെ പരിശോധിക്കുമ്പോഴും അതിനകത്ത് എന്താ ഇത്ര കൃതജ്ഞത അർപ്പിക്കാനായിട്ടുള്ളതെന്നാണ് മിക്ക ആളുകളുടെയും ഒരു ചോദ്യം. അതൊരു പരിഭവം കൂടിയാണ്. അത് നിറയെ പരാതിയാണ്. ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് എല്ലാവരും പറയുക. കിട്ടേണ്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ എനിക്ക് നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ ഞാനെങ്ങനെയാണ് നന്ദിയുള്ളൊരു മനുഷ്യനായിട്ട് മാറുക? ഈ ഭൂമിയിൽ ആയിരിക്കാനായിട്ട് കിട്ടിയ അവസരത്തെ നമ്മൾ പരിഗണിച്ചിട്ടേ ഉണ്ടോ? ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഭൂമിയെ വിട്ടുപോകേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ ഓർത്തിട്ടുണ്ടോ? അമ്മമാരുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ കടന്നു പോകേണ്ടി വരുന്നില്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ പിറക്കാനായിട്ടൊരു അവസരം കിട്ടിയതിനെ നമ്മൾ നിറഞ്ഞ മനസ്സോടും മിഴികളോടും കൂടി ഓർക്കേണ്ടതല്ലേ? നമ്മുടെയൊക്കെ ഒരു പക്ഷേ അറിവിൻ്റെയും കാഴ്ചയുടെയും നോട്ടത്തിൻ്റെയും പരിസരത്ത് അത്തരം കുഞ്ഞുങ്ങൾ വരുന്നില്ലായിരിക്കാം. വളർത്താൻ ആരുമില്ലാത്ത, നോക്കാനായിട്ട് ആരുമില്ലാത്ത, ശ്രദ്ധിക്കാനേ ഇല്ലാത്ത എന്തുമാത്രം കുഞ്ഞുങ്ങൾ തെരുവുകളിൽ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട്, വളരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ ഓരോ ആനുകൂല്യങ്ങളെയും ആ ഒരു പരിഗണനകളെയൊക്കെ നമ്മൾ എന്തെങ്കിലും നന്ദിയോടെ ഓർത്തിട്ടുണ്ടോ? സ്വന്തം പേര് ഏതെങ്കിലും ഒരു ഭാഷയിലെങ്കിലും ഒന്ന് എഴുതാനാവുക, ഏതെങ്കിലുമൊക്കെ ഒരു ദിനപത്രം ഒന്ന് വായിക്കാനായിട്ട് പറ്റുക, ഇതൊക്കെ നമുക്ക് കിട്ടിയ അധിക പരിഗണനകളുടെ ഫലമല്ലേ? നമ്മൾ വസിക്കുന്ന രാജ്യത്ത്, നമ്മൾ വസിക്കുന്ന ഈ ചെറിയ സംസ്ഥാനത്ത് എവിടെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഇത് കിട്ടാതെ പോയിട്ടില്ലേ? ഓരോ കാര്യങ്ങളെയും ഒന്ന് എടുത്താൽ മതി. ഒരു ആട്ടിൻകുട്ടിയെ വെറുതെ ഒന്ന് സങ്കല്പിച്ചാൽ മതി. ആടൊക്കെ പഴയ കാലത്ത് വീടിൻ്റെ എന്തുമാത്രം അടുത്ത ഘടകമായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പുറകോട്ട് പോയത്. ഒരു ആട്ടിൻകുഞ്ഞുണ്ടാവുന്നു, എന്തൊരു സന്തോഷം എല്ലാവർക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. 1-2 മിനിറ്റ് നേരം, അത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്നറിയോ? ആട്ടിൻകുഞ്ഞ് എണീറ്റ് ഓടി നടക്കും. ശരിക്കും അതൊന്ന് ചിന്തിച്ചാൽ ഭയങ്കര അത്ഭുതമാണ്. 1-2 മിനിറ്റിന് ശേഷം ആട്ടിൻകുട്ടി തൊടിയാകെ ഓടി നടക്കും. എന്നാൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ എടുത്താലോ, അയ്യോ, ചിന്തിക്കാനേ വയ്യ. എങ്ങനെ ഇതിനെ ഒന്ന് വളർത്തുമെന്നാണ്. ദേഷ്യം കൊണ്ടല്ല, മടുത്തിട്ടുമല്ല മിക്കവാറും അപ്പനമ്മമാർ ചോദിക്കുന്നത്. ഈ കുഞ്ഞിനെയൊക്കെ കൈ പിടിക്കാൻ പോലും ഇല്ലാത്തതാണ് മിക്കവാറും കുഞ്ഞുങ്ങൾ. 2 കൈ ചേർത്ത് പിടിച്ചാലേ കുഞ്ഞുങ്ങൾ തീരുക. ഇതിനെയൊക്കെ എങ്ങനെ ഒന്ന് വളർത്തി വലുതാക്കുമെന്നാണ് ചോദിക്കുക. എത്ര കാലത്തെ ശ്രദ്ധയും പരിചരണവും പരിഗണനയും കൂട്ടും കാവലും ഒക്കെ വേണം? ആർക്കെങ്കിലും തോന്നാം, ഒരു പ്ലേ ക്ലാസ്സിലൊക്കെ പോകുന്ന ഒരു 2 എഴുത്തിനൊക്കെ ഇരുത്തി അക്ഷരമൊക്കെ കുറിച്ച് ഈ അങ്കണവാടിയിലൊക്കെ വിടുന്ന കാലം അതുവരെ മതി, ഒരു 3 വയസ്സ് മതിയോ?
ഒരു സ്കൂൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഒക്കെ എടുത്തു നോക്കിയേ. 10-ാം ക്ലാസ്, 12-ാം ക്ലാസ്, ഒരു ഗ്രാജുവേഷന് പോകുന്നു, അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോകുന്നു. അപ്പോഴും ഈ കുട്ടി ആ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഒരു ശ്രദ്ധയുടെ, കരുതലിൻ്റെ, കാവലിൻ്റെ ഫലത്തിലാണ്. എന്നാണ് പിന്നെ നമ്മൾ സ്വയം ഒന്ന് നിവർന്നു നിൽക്കാനായിട്ട്, ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പ്രാപ്തി നേടുന്നത്? എത്രയോ ആണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ദൈവത്തോടും എന്ന് പറയുമ്പോൾ ദൈവത്തോട് മാത്രമല്ല, സഹജീവികളോട്, ഈ ഭൂമിയോട്, പ്രപഞ്ചത്തോട്, വസിക്കുന്നിടത്തോടൊക്കെ ഒരു നന്ദി പ്രകടിപ്പിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ഒന്ന് പാകപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ഒക്കെ വേണ്ടേ? അങ്ങനെ നന്ദി പറഞ്ഞാൽ തീരത്തില്ല എന്ന് ഓരോ മനുഷ്യനും ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. ആയുസ്സും ആരോഗ്യവുമൊക്കെ അവനവനിൽ അവശേഷിക്കുന്നത് തന്നെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ വലിയൊരു കരുതലും ദാനവുമാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ എന്തുമാത്രം നന്ദി പറഞ്ഞാലാ. ഓരോ ദിവസവും അതിൻ്റെ ഓരോ മണിക്കൂറുകളിലും അതിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഭൂമിയെ വിട്ട് കടന്നു പോകുന്ന മനുഷ്യരെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് ചില ധാരണകളെങ്കിലും ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് പലതും ബാധിക്കാതെ പോകുന്നുണ്ടാവാം, പക്ഷേ എന്നാലും നമുക്കൊരു സാമാന്യ ധാരണയുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. ഓരോ നിമിഷവും ഭൂമിയെ വിട്ട് മനുഷ്യർ കടന്നു പോകുന്നുണ്ട്, പല കാരണങ്ങളാലും, പലതുകൊണ്ട്, പല ഇടങ്ങളിൽ വെച്ച്. അതുകൊണ്ട് അവനവനിൽ അവശേഷിക്കുന്ന ആ ശ്വാസമുണ്ടല്ലോ, പ്രാണവായു, പ്രാണൻ, അതിനെ ഓർത്താൽ പോലും ശരിക്കും ഒന്ന് കണ്ണ് നിറയും. വലിയൊരു ദാനം തന്നെയാണ്. ഏതോ ഒരു ചൈതന്യത്തിൻ്റെ, ഒരു കരുതലിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കുന്നവർ ആയി മാറണ്ടേ. നന്ദി ശരിക്കും പ്രകടിപ്പിക്കാനുള്ളതല്ല, പിന്നെ നന്ദിയിൽ ജീവിക്കാനുള്ളതാണ്. ഹൃദയത്തിനകത്ത് അത് വേണം. എന്തുമാത്രം കരുതൽ എവിടെയൊക്കെ കിട്ടിയത്! ഗുരുക്കന്മാർ, സ്നേഹിതർ, ബന്ധങ്ങളിൽപ്പെട്ട ഒത്തിരി ആളുകൾ, എണ്ണിയാൽ കണക്കെടുത്താൽ തീരാത്ത വിധത്തിൽ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കുറച്ചുകൂടി അവനവൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി ബന്ധങ്ങളുടെ ആ തീവ്രതയിൽ ഒന്ന് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുയേശുവുമായി ബന്ധപ്പെട്ട് വളരെ വേദന തരുന്ന ഒരു സംഭവമുണ്ട്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. ക്രിസ്തുയേശുവിൻ്റെ അടുത്തേക്ക് 10 കുഷ്ഠരോഗികൾ വരികയാണ്. 10 പേര് വന്നിട്ട് സൗഖ്യം ആവശ്യപ്പെടുകയാണ്. യേശുവിൻ്റെ മറുപടിയുണ്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിച്ചു കൊടുപ്പി. പുരോഹിതന്മാരുടെ അടുത്തേക്ക് അവരെ പറഞ്ഞയക്കുക. സൗഖ്യമൊന്നും അവിടെ കിട്ടുന്നില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ മത പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയി അവർക്ക് മുമ്പിൽ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. അതെന്താ അങ്ങനെ? ഈ കുഷ്ഠരോഗം അന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള അധികാരം പുരോഹിതന്മാർക്കായിരുന്നു, മതപുരോഹിതന്മാർക്കായിരുന്നു. കുഷ്ഠരോഗം ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെടുത്തേണ്ട, മാറ്റി നിർത്തപ്പെടേണ്ട, പകരുന്ന ഒരു അസുഖമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചാൽ ഏറ്റവും ഒടുവിൽ പുരോഹിതൻ്റെ സാക്ഷ്യപത്രത്തോടു കൂടിയാണ് അവർ പുറത്താക്കപ്പെടുന്നത്. എങ്ങാനും സൗഖ്യം കിട്ടിയാൽ, അങ്ങനെ സംഭവിക്കത്തില്ല, എന്നാലും എങ്ങാനും സൗഖ്യം കിട്ടിയാൽ മടങ്ങി വരേണ്ടതും ഈ വഴിയിലൂടെയാണ്. ഒരു പുരോഹിതൻ്റെ സാക്ഷ്യപത്രത്തിലൂടെ പരിപൂർണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള പുരോഹിതൻ്റെ സാക്ഷ്യപത്രത്തിലൂടെയാണ് മടങ്ങി സമൂഹത്തിലേക്ക്, ജീവിതത്തിലേക്ക് ആ രോഗം വിട്ട് വരേണ്ടത്. യേശു പറയുകയാണ്, നിങ്ങൾ പോയി നിങ്ങളുടെ പുരോഹിതരെ കാണിച്ചു കൊടുക്കുക. അവർക്കെന്തായാലും ഒരു പ്രത്യാശ ഉണ്ടായിട്ടുണ്ടാവും, ഒരു പ്രതീക്ഷ. പുരോഹിതരെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ പാടില്ലാത്തതാണ്. അപ്പോൾ യേശു എന്തായാലും തങ്ങളോട് പറയുന്നത് അങ്ങോട്ട് പോകാനാണ് പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം തങ്ങളുടെ രോഗം മാറുമെന്നല്ലേ. ആ ഒരു വിചാരത്തിൽ, വിശ്വാസത്തിൽ, പ്രതീക്ഷയിൽ അവർ പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർക്ക് സൗഖ്യം കിട്ടുന്നു. അതിലൊരുവൻ ഉറക്കെ പറയുകയാണ്, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ലഭിച്ച സൗഖ്യത്തെ ഓർത്ത്. മാത്രമല്ല അയാൾ മടങ്ങി വരികയാണ് യേശുവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കൈകൂപ്പി സാഷ്ടാംഗം പ്രണമിക്കുകയാണ്.
ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സൗഖ്യത്തിന് മുഖാന്തരമായ യേശുവിന് നന്ദി പറയുന്നു. ഇതൊരു സാധാരണ സംഭവമാണ്. യേശു ഇതൊന്നും അധികം ഗവനിക്കാത്തതാണ്. തിരികെ വന്ന് നന്ദി പറയുക, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത ആളാണ് യേശു. പലപ്പോഴും പതിവായി പറയാറുണ്ട്, ആരോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട കേട്ടോ, ഞാൻ ആ സൗഖ്യം തന്നതെന്നോ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അധികം ഒന്നും ആരോടും പറയേണ്ടെന്ന് പോലും ഓർമ്മപ്പെടുത്തുന്നയാളാണ് യേശു. പക്ഷേ ഇവിടെ പതിവിന് വിപരീതമായി യേശു ഇയാളോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. 10 പേരല്ലേ സൗഖ്യം നേടിയത്, ബാക്കി 9 പേർ എവിടെയാണ്? 9ാമത്തെ ഒരാളാണ് ഞാനെന്ന് ഓരോരുത്തർക്കും ഒന്ന് തോന്നിത്തുടങ്ങിയാൽ നല്ലതാണ്. നമ്മളെക്കുറിച്ചാണ് യേശു ചോദിച്ചത്. 10 പേരല്ലയോ സൗഖ്യം നേടിയത്? യേശുവിനറിയാം എത്ര പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്, എത്ര പേരെ നിലനിർത്തുന്നുണ്ട്. എന്നിട്ടും ഒരു നന്ദി പറയാനായിട്ട്, ഒന്ന് മടങ്ങി വരാനായിട്ട് അതിലൊരാൾക്ക് മാത്രമാണ് മനസ്സായത്. അയാളോട് ചോദിക്കുക, ബാക്കി 9 പേർ എവിടെയാണ്? ഇതുതന്നെയാണ് നമ്മളും ഒന്ന് സ്വയം ചോദിക്കേണ്ടത്. ബാക്കി 9 പേർ എവിടെയാണ്? അവരെന്താണ്? അവർക്ക് കിട്ടിയ സൗഖ്യത്തെ അറിയാതെ പോയോ? ഒരിക്കലുമില്ല. ആഹ്ലാദത്തിൽ, ഭയങ്കരമായ സന്തോഷത്തിൽ പുരോഹിതന്മാരെ വേഗം കാണാനുള്ള ധൃതിയിൽ ഓടുകയാണ്. സാക്ഷ്യപത്രം വാങ്ങിച്ചിട്ട് തിരസ്കരിച്ച സമൂഹത്തിലേക്ക്, ദേശത്തേക്ക്, ഗ്രാമത്തിലേക്ക്, ഭവനത്തിലേക്ക് വേഗം മടങ്ങിച്ചെല്ലാനുള്ള ധൃതിയില്ല. ഇതിനിടയിൽ എപ്പോഴാണ് ഇതിന് മുഖാന്തരമായ ദൈവത്തിന് നന്ദി പറയുക? ഇടയ്ക്ക് നിന്ന യേശുവിനെ ഒന്ന് കാണുക. കുഞ്ഞുങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയം ഏതാണ്? പരീക്ഷാ സമയം. ഒരു ഫെബ്രുവരി മാർച്ച് മാസമാണ് ഏറ്റവും അധികം മെഴുകുതിരികളൊക്കെ പള്ളികളിൽ ഇങ്ങനെ തെളിയുന്നതും ഉരുകുന്നതും കത്തുന്നതുമൊക്കെ. ഇതിലെത്ര കുഞ്ഞുങ്ങൾ ഇങ്ങനെ പരീക്ഷയുടെ ഫലം വന്നതിന് ശേഷം ഇതുപോലെ മെഴുകുതിരിയൊക്കെ ആയിട്ട് ഇതുപോലെ ആകുലതയോടെ പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടുകൂടി ദേവാലയ നടക്കിൽ എത്തുന്നുണ്ടാവും കേട്ടോ. പക്ഷെ എല്ലാവരും ഇല്ല എന്ന് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റും. വളരെ കുറച്ച് പേർ പിന്നീട് മടങ്ങി വരുന്നുണ്ടാവും. ജീവിതത്തിൻ്റെ ഓരോ നേട്ടങ്ങളും നമ്മൾ എങ്ങനെയൊക്കെയാണ് അനുഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്? പലരും ഇങ്ങനെ പറയാറുണ്ട്, പഠനകാലം ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു, ആരുടെയൊക്കെയോ കരുതലും സഹായം കൊണ്ടാണ് പഠനം പൂർത്തിയാക്കാൻ പറ്റിയത്. ഏത് പഠനമാണ്? ഒരു 12ാം ക്ലാസ് വരെയുള്ള പഠനം. അതിനുശേഷം ഒരു തൊഴിലധിഷ്ഠിത കോഴ്സിന് പോയപ്പം എന്തുമാത്രം പണച്ചെലവ് വന്നു. പള്ളിയിൽ നിന്ന് സഹായം കിട്ടി, ആ ഗുരുക്കന്മാർ സഹായിച്ചു, ബന്ധുക്കൾ സഹായിച്ചു. ഇതൊക്കെ ഓർത്ത് പറയുന്ന ഒത്തിരി മനുഷ്യരെ ഞാനും ഇപ്പോൾ ഓർക്കുകയാണ്. അവരൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചതുകൊണ്ടാണ് എൻ്റെ പഠനം പൂർത്തിയാക്കി ഈ നിലയിൽ ഞാൻ എത്തിയത്. ഭംഗിയായി അവരത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അതിനൊരു തുടർച്ചയും കൂടെ ഉണ്ടാവണം. ഇത്തിരി കൂടി മുമ്പോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റുന്ന മനുഷ്യരുണ്ട് കേട്ടോ. ഒരുപാട് മനുഷ്യർക്ക് പറ്റുന്നുണ്ട്, അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കഴിയാത്തവരുമുണ്ട്. എന്താണ് കുറച്ചുകൂടി മുമ്പോട്ട് പോകാനുള്ളത്? തങ്ങൾ ഇങ്ങനെയൊരു നല്ല നിലയിലെത്തി, തിരിഞ്ഞു നോക്കാൻ പറ്റുന്നു, എല്ലാം കണ്ടെത്താൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, വളരെ വിനയമൊക്കെയുണ്ട്, കാര്യങ്ങളെല്ലാം ഭംഗിയാണ്. പക്ഷേ ഇനി നമ്മൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ആരെങ്കിലും ഒരാളെയെങ്കിലും ഒന്ന് ഇതുപോലെ സഹായിക്കാൻ പറ്റുമോ? ഒരാളെ പോരാ, ഒന്നിലധികം ആളെ സഹായിക്കണം. അതിന് പ്രാപ്തിയുള്ള ആളുകൾ കണ്ടെത്തണം. അർഹതയുള്ള ആളുകൾ എന്തുമാത്രം ഉണ്ടാവും നമുക്കിടയിൽ. കണ്ടെത്തണം, പ്രോത്സാഹിപ്പിക്കണം, സഹായിക്കണം. അങ്ങനെ ഒരു പ്രത്യുപകാരം സമൂഹത്തിനും കൂടി ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം കടപ്പെട്ടവരാണ്. അങ്ങനെയാണ് എന്നിലുള്ള ക്രിസ്തു അംശം ശരിക്കും മാംസം ധരിക്കുക. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ ഇങ്ങനെ ചുരുക്കി പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ചു. ആ ഒരു ഭാഗം മാത്രമൊന്ന് അടർത്തിയെടുത്താൽ വചനം മാംസം ധരിച്ച് നമുക്കിടയിൽ പാർത്തു. അതാണ് യേശു. ആരുടെ വചനം? ആദിയിൽ ദൈവം പറഞ്ഞ വചനം മറിയമെന്ന സ്ത്രീയിലൂടെ നിറവേറുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആദിയിലെ വചനം
മാംസം ധരിച്ചതാണ് യേശുവെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് ഈ വിധത്തിലൊന്ന് മാറ്റി പറയാം. ദൈവത്തിൻ്റെ വചനം പ്രവൃത്തിയായതാണ് യേശു. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആരംഭ സമയത്തും കാലത്തും ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൻ്റെ വാക്കുകൾ ശരിക്കും പ്രവൃത്തിപഥത്തിലെത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഞാൻ ഈ പറയുന്ന സുവിശേഷം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ. നമ്മൾ ഓരോരുത്തരും പരസ്പരം പങ്കുവെക്കുന്ന കേൾക്കുന്ന യേശുവിൻ്റെ സുവിശേഷം അതിങ്ങനെ പറയാനും കേൾക്കാനും മാത്രമുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് പതിയെ നമ്മളുടെ ജീവിതത്തിൽ ചെറിയ അളവിലും തോതിലും അതൊന്ന് പ്രാവർത്തികമാക്കി തുടങ്ങേണ്ടേ. അതുകൊണ്ടാണ് പ്രായോഗികമായി നമ്മൾ പരാജയപ്പെട്ടൊരു സമൂഹമായി മാറുന്നത്. സിദ്ധാന്തങ്ങളും തത്വശാസ്ത്രങ്ങളുമൊക്കെ വളരെ നന്നായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, കൈമാറുന്നുണ്ട്, തലമുറകളായി സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സിദ്ധാന്തങ്ങളും തത്വശാസ്ത്രങ്ങളുമൊക്കെ അനുസരിച്ച് നമ്മൾ എന്നാ ജീവിക്കുക? ഓരോ ഭവനവും എടുത്താൽ അതിനകത്ത് എന്തുമാത്രം ക്രിസ്തു അനുഭവം പരസ്പരം ഓരോരുത്തർക്കും പങ്കിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ അറിവിൽ, അത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട അറിവിലായാലും ഏത് മേഖലകളിലെ അറിവിലായാലും എന്തുമാത്രം പ്രാപ്തി നേടിയവരാണ്. അറിവിൻ്റെ കൊടുമുടികൾ കീഴടക്കിയവരാണ് പലരും, പ്രത്യേകിച്ച് മലയാളികൾ. എന്നിട്ട് അറിവിനനുസരിച്ച് ഭേദപ്പെട്ട ഒരു കുലീനമായ മാന്യമായ ഒരു ജീവിതം നമ്മളിൽ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിങ്ങനെ പറയാനും കേൾക്കാനും ദൂരത്ത് നിർത്താനുമുള്ളതാണെന്നൊരു തോന്നലാണ് യേശു വചനങ്ങൾക്ക്. യേശു വചനം എന്നിൽ മാംസം ധരിക്കണം, എന്നിലൂടെ അത് പ്രവൃത്തിയായി പെരുകണം. അത് കണ്ടിട്ട് മറ്റു മനുഷ്യർ അവരുടെ ജീവിതത്തിലും അത്തരമൊരു മാറ്റവും മാനസാന്തരവും പരിവർത്തനവും വരുത്താനായിട്ട് തയ്യാറാവണം. മിക്ക ആളുകളും പക്ഷേ ഇതിനൊന്നും മുതിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ മണൽപ്പുറത്ത് തങ്ങളുടെ ഭവനം പണിത് മുന്നേറുകയാണ്. കുഴപ്പം എന്താണെന്നറിയാവോ? യേശു പറഞ്ഞു, മണൽപ്പുറത്ത് പണിത ഭവനത്തിന് മീതെ വലിയ പേമാരി പെയ്യും, കൊടുങ്കാറ്റടിക്കും, പ്രളയം വരും, നിലനിൽക്കാൻ പറ്റാതെ തകർന്നു പോകുന്ന പറയുക. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് അങ്ങനെ വീഴുന്ന വീടിനെക്കുറിച്ച് ഇങ്ങനെയൊരു പരാമർശമുണ്ട്. ആ വീടിൻ്റെ വീഴ്ച വളരെ വലുതായിരുന്നു. ചെറിയൊരു വീഴ്ചയൊന്നുമല്ല. തിരികെ വരാൻ പറ്റാത്ത, പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത, ഒരു സാധ്യതകളും അവശേഷിക്കാത്ത വിധത്തിൽ അത് തരിപ്പണമായി മാറുകയാണ്. എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഈ ഭൂമിയിലെ ജീവിതം അത് വളരെ വിലപ്പെട്ടതും മൂല്യമുള്ളതുമാകുമ്പോഴും അതൊരു ചെറിയ കാര്യമാണ്. അതിനുമീതെ നമ്മൾ എന്തുമാത്രം നന്ദിയോടും കൃതജ്ഞതയോടും നിലനിൽക്കണം. അങ്ങനെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന മനുഷ്യരായിട്ട് മാറിയാൽ ഒരു നേരം കഴിക്കാൻ കിട്ടിയ ഭക്ഷണം അതിനുപോലും നമുക്ക് എന്തുമാത്രം നന്ദി പറയേണ്ടി വരും. ജപ്പാനിലൊക്കെ മെഡിറ്റേഷൻ്റെ ഒക്കെ ഒത്തിരി ഒരു സ്രോതസ്സാണ് ജാപ്പനീസ് ചിന്തകൾ. ഈ സെൻ ചിന്തകളൊക്കെ ഉണ്ട്. അവർക്കിടയിലൊരു ടീ മെഡിറ്റേഷനുണ്ട്. ടീ മെഡിറ്റേഷൻ ചായ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഒരു ചായ ധ്യാനമെന്ന് പറയാം അല്ലേ? ഇത്രയേ ഉള്ളൂ. ഒരു കപ്പ് ചായ കിട്ടിയാൽ അത് കൊണ്ടുതരുന്നത് പോലും ഏതാണ്ട് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ്. വാങ്ങുന്നയാളോ അത് ദൈവം എന്തോ വിലപ്പെട്ട തന്നെന്നുള്ള രീതിയിലാണ്. എന്നിട്ടോ നമ്മളെപ്പോലെ അത് നിന്നുകൊണ്ട് ചൂട് പോലെ ആറുന്നതിന് മുമ്പ് നാക്ക് പൊള്ളിച്ച് കുടിച്ചിട്ട് ഓടുകയല്ല, മറിച്ച് സമയമെടുത്ത് അതിനിടയിലൊരു ചിന്ത വരുന്നുണ്ട്. ഒരു ചായയൊക്കെ ഇങ്ങനെ പാകമായി വരണമെങ്കിൽ എന്തുമാത്രം മനുഷ്യ പ്രയത്നങ്ങൾ എൻ്റെ പിന്നിലുണ്ടാവും, നിസ്സാരമായൊരു ചായയുടെ പോലും. അപ്പം അതിനെല്ലാം ഓർത്തുകൊണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞതുകൊണ്ട് അത് ആഹരിക്കുമ്പോൾ അവിടെ ഒരു ധ്യാനാത്മകമായ ഒരു അനുഭൂതി ഉണ്ടാവും. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു ക്രിസ്തു ബോധത്തെ ഉള്ളിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാത്തിനും നന്ദി പറഞ്ഞു തുടങ്ങുക. ആ നന്ദി പറയണമെങ്കിൽ ജീവിതത്തിൽ എന്തുമാത്രം വിനയമുണ്ടാവണം. നമ്മൾ ആരും ഒന്നും അല്ല. തമ്പുരാൻ നമ്മളിലൂടെ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നതാണ്. നമ്മളെക്കൊണ്ട്
കൂട്ടിയാൽ കൂടാത്തതാണ് പലതും. പക്ഷേ നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുന്നത് വഴി, നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് വഴി അനേകർക്ക് പ്രയോജനം കിട്ടാൻ പാകത്തിന് എന്നിലൂടെ ചില കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. ഞാൻ വിളിക്കപ്പെട്ടൊരു ദാസൻ മാത്രമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിനീത ദാസൻ മാത്രം. അങ്ങനെ ഒരു മനസ്സിലേക്ക് കൂടി നമ്മളെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു അഴകുണ്ടാവും, ജീവിതത്തിനൊരു ഐശ്വര്യം ഉണ്ടാവും. ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ഭൂമിയിൽ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അവനവനിൽ അധികം കേന്ദ്രീകരിക്കാത്ത, ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലനിൽക്കാത്ത, മറ്റു മനുഷ്യരെയൊക്കെ ആദരവോടെ കാണുന്ന, ഇങ്ങനെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, എല്ലാം പരമാവധി പങ്കുവെച്ച് കൊടുക്കുന്ന ആ ക്രിസ്തു അംശമുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അതെല്ലാം നമ്മളുടെ ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ഏറെ പ്രകാശം തരുന്ന, പ്രചോദനം തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് മണൽപ്പുറത്തെ വീട് വിട്ട് യേശുവാകുന്ന ഉറപ്പുള്ള, മഹത്വമുള്ള, കുലീനമായ ഒരു ഭവനം പണിയാം. തീർച്ചയായിട്ടും ആ വീടിനും ജീവിതത്തിനും നിലനിൽപ്പുണ്ടാവും. ദൈവത്തിൻ്റെ ജീവനുള്ള പരിശുദ്ധാത്മാവ് അതിന് നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.